കൃപ നിറഞ്ഞവളെ സ്വസ്തി. മംഗളവാർത്ത വിവരണത്തിലെ കേന്ദ്ര കഥാപാത്രം മാലാഖയല്ല, മറിയം ആണ്. സ്വർഗീയ ദൂതൻ മറിയത്തെ വണങ്ങി അവളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. അവളുടെ സമ്മതത്തിനായി കാതോർത്ത് നിൽക്കുന്ന ദൂതൻ സക്കറിയായുടെ സംശയത്തിന് ഊമനായി തീരുമെന്ന ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു. ദൂതൻ മറിയത്തിന്റെ സംശയത്തെ ദൂരീകരിക്കുന്നു. സക്കറിയായേക്കാൾ ശ്രേഷ്ഠതയും ആധികാരികതയും മറിയത്തിനുണ്ട് എന്ന് വ്യക്തമാകുന്നു. മറിയം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ കൃപയെന്നതും ഭാഗ്യമെന്നതും ഒക്കെ സൗഭാഗ്യകരമായ ജീവിതത്തെയാണ്. എന്നാൽ കൃപ നിറഞ്ഞവളെ എന്ന ദൈവദൂതനാൽ വിശേഷിക്കപ്പെട്ട അമ്മയുടെ ജീവിതമോ സഹനത്തിന്റെ നെരിപ്പോട്ടിൽ എരിയുന്നതായിരുന്നു. തെറ്റിദ്ധാരണകളും ദൈവകുമാരനെ ജനിക്കാൻ വെറും പുൽത്തെടുത്തും അകാലത്തിൽ വിധവയായതും പ്രിയപുത്രൻ കുരിശുമരണത്തിന് മൂകസാക്ഷിയായതുമെല്ലാം മനുഷ്യദൃഷ്ടിയിൽ സൗഭാഗ്യമാണോ? എന്നാൽ എളിയവളും നിസ്സാരമായ മറിയത്തെ കൃപ നിറഞ്ഞവളെ എന്ന അഭിവാദനം ചെയ്യുക വഴി കൃപ നിറഞ്ഞ ജീവിതത്തെ സൗഭാഗ്യം നിറഞ്ഞ ഭൂമത്തെ വിരിച്ച പാതയല്ല എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. മറിച്ച് കൃപയുടെ ജീവിതം എന്നത് ദൈവം അനുഭവിക്കുന്ന സഹനങ്ങളിലും സന്തോഷങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിത അനുഭവങ്ങളെ സ്നേഹത്തോടുകൂടി വാരി പുണരുന്നതാണ്. ആമേൻ.